മഞ്ഞു വീഴുന്ന കാശ്മീരിൽ നിന്നും മണൽക്കാറ്റ് വീശുന്ന രാജസ്ഥാനിലെത്തിയ പെൺകുട്ടി. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത തറവാട്ടിൽ നിന്നും രാജസ്ഥാനിലെ മറ്റൊരു രാഷ്ട്രീയ കുടുംബത്തിന്റെ ഭാഗമായ സാറ പൈലറ്റ്. അച്ഛൻ ഫറൂഖ് അബ്ദുള്ളയും ഭർത്താവ് സച്ചിൻ പൈലറ്റും കേന്ദ്രമന്ത്രിമാർ. ചേട്ടൻ ഒമർ അബ്ദുള്ളയാകട്ടെ കാശ്മീർ മുഖ്യമന്ത്രിയും. എന്നാൽ ഈ രാഷ്ട്രീയ പൈതൃകത്തിന്റെ ആനുകൂല്യം ആഗ്രഹിക്കുന്നില്ലെന്നും സാമൂഹ്യ പ്രവർത്തനവും വനിതാ ശാക്തീകരണവുമാണ് ഇഷ്ടമെന്നും സാറ. It's a different way of doing social work. Politics is another form, and that's not something that's of interest to me personally. But helping people, giving them the opportunity to stand on their own 2 feet, seeing these women here, how they are able to sell and earn an income, that is social work. കുട്ടിക്കാലത്തും വളർച്ചയുടെ പടവുകളിലും സാറ കണ്ടതും കേട്ടതും രാഷ്ട്രീയം. അച്ഛനും അമ്മയുമാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രചോദനമായത്. എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനില്ല. ജാമിയ ബസാർ എന്ന സന്നദ്ധ സംഘടനയുമായി മുമ്പോട്ട് പോകുവാനാണ് സാറയ്ക്ക് താല്പര്യം. I'm happy with my NGO. I'm very happy with the way I'm doing my work, and I'm very happy with the way they're doing their work, but it's not for me. നമ്മുടെ ഇടയിൽ കരകൗശല വസ്തുക്കളും എംബ്രോയിഡറി ചെയ്ത വസ്ത്രങ്ങളും ഉണ്ടാക്കുവാൻ അറിയുന്ന സ്ത്രീകളുണ്ടെങ്കിലും അവർക്കിതിന്റെ വിപണി സാധ്യതയെക്കുറിച്ച് അറിയില്ല. അതിനാൽ വിപണിയുടെ സാധ്യതകളെ പരിചയപ്പെടുത്തി സ്വയം പര്യാപ്തരാകുവാൻ അവരെ സഹായിക്കുകയാണ് ജാമിയ ബസാർ. ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ സംഘടന പ്രദർശനങ്ങൾ നടത്തിവരുന്നു. Where we work with these women from poor and marginalized communities. We offer various services to them, from doctors or lawyers. We put them into self-help groups and so on. So as part of that initiative, these women are part of our Sequin team, and they then have created products that then they're selling over here. വിദേശ രാജ്യങ്ങളിൽ വനിതാ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾ ഏറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പുരുഷ മേധാവിത്വവും ചില സാമ്പ്രദായിക ചിട്ടകളും വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുമുണ്ട്. Of course, in many parts of the Western world, we feel that women are more able to speak up for their rights. They have a voice. In India, we are still working on that. It's a challenge. So that's why Sequin, our aim and our goal is purely to focus on women and the empowerment of women. കാശ്മീരിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ സാറയുടെ ഉന്നത വിദ്യാഭ്യാസം ലണ്ടനിൽ. അവിടെ ഇന്റർനാഷണൽ റിലേഷൻസിൽ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ സച്ചിൻ പൈലറ്റുമായി പ്രണയം. വീട്ടുകാരുടെ എതിർപ്പുകൾ മറികടന്ന് ഇരുവരും വിവാഹിതരായി. ജാമിയ ബസാറിന്റെ പ്രവർത്തനങ്ങൾക്ക് സച്ചിന്റെ പിന്തുണ വേണ്ടുവോളം. He is very proud of my work. He is very supportive of what I do. We often talk about what I'm planning. He gives me ideas and inputs and suggestions. ഒരിക്കൽ മാത്രം പോയിട്ടുള്ള കേരളം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കാശ്മീരിനെ പിരിഞ്ഞിരിക്കുന്നതിൽ വിഷമമുണ്ട്. വനിതാ ശാക്തീകരണത്തിന്റെ പ്രചരണത്തിനായി പോകാനൊരുങ്ങുകയാണ് സാറ പൈലറ്റും ജാമിയ ബസാർ അംഗങ്ങളും.